എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇച്ചേട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ ഇച്ചേട്ടന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ മുകളിലെത്തി ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഏട്ടനാണ് ക്യാമറ. അപ്പോൾ നമുക്കിതെല്ലാം ഓപ്പൺ ചെയ്യാം അല്ലേ അല്ലേ? ഒരു സൈലോഫോൺ ആണല്ലേ പറഞ്ഞോ. അപ്പൊ ഇതൊരു സൈലോഫോൺ ആണ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ്. ഇനി നമുക്ക് അടുത്ത കൊറേ ടൈം എടുക്കില്ല, എല്ലാം ഇങ്ങനെ പൊട്ടിക്കാം. ഇനി നെക്സ്റ്റ് ഗിഫ്റ്റ് ആണ്, എന്താന്ന് നോക്കാം നമുക്ക്. കത്രികയാണോടാ? വാവ്, സ്പൈഡർമാൻ. അടുത്ത ഗിഫ്റ്റ് അവന് വലുതായിട്ടാകുമ്പോ എനിക്കൊന്നൊരു 3-4 വയസ്സ് കഴിഞ്ഞാൽ ഇച്ചിരുന്ന് ഇടാൻ പറ്റും തോന്നുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അത് അച്ഛനും ഇടാൻ പറ്റും, ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു നൈസ് യെല്ലോ കളർ അല്ലേ? ഓക്കെ. ഇനി നമുക്കൊരു ടോയ് നോക്കാം. ഓക്കെ, നല്ലൊരു റെഡ് കളർ കാറാണ്. ക്യൂട്ടാണ്. ഇച്ചിരി ഇഷ്ടമാണ് കാറ്. അത് റിമോട്ട് കൺട്രോളാ നോർമലാ? അല്ല, നോർമൽ കാർ. ജീപ്പല്ലടാ, ജീപ്പ് തന്നെ. യെസ് 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 യെസ്. നല്ല ഗിഫ്റ്റ് അല്ലേ? അടിപൊളിയുണ്ട്. നൈസ്. അതൊരു ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ, ജസ്റ്റ് കവർ മാത്രം കാണിച്ചാൽ മതി എൻ്റെ അഭിപ്രായം. നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ്, നല്ല രസമാണ്. ഒന്ന് കാണിച്ചു. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലേ? അതവൻ ഇപ്പൊ ഇടാനും പറ്റും. നൈസ്. അടുത്തതും ഒരു വൈറ്റ് ഡ്രസ് തന്നെയാണ്. അപ്പൊ എച്ചുവിന് എനിക്കൊന്നൊരു ഒരു വർഷത്തേക്ക് ഡ്രസ്സ് വാങ്ങിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നല്ലേ? ഒരുപാട് ഡ്രസ് ഉണ്ട്. ഇത് നല്ലൊരു ബ്രാൻഡാന്ന് തോന്നുന്നത്, ശ്രീകുട്ടി അല്ലേ? നമ്മളും സജസ്റ്റ് ബേബീസ്. പൊനിമോ ഉണ്ട്. അതിൽ തന്നെ വെച്ചോടാ, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്തല്ലേ, കുഞ്ഞു കുഞ്ഞു മാത്രം കൊണ്ടുപോയാൽ മതി. അത് നല്ല ബ്രാൻഡഡാന്ന് അതാ ഞാൻ പറഞ്ഞത്. ഇതും ഒരു ഓൾമോസ്റ്റ് സെയിം പാറ്റേണിൽ വരുന്നൊരു സംഭവം അല്ലേ? വൈറ്റ് ആണ്. പാറ്റേൺ സെയിം ആണെന്ന് തോന്നുന്നു അല്ലേ?
അപ്പൊ ഇത് നമ്മുടെ റീതു അനിയമ്പാവിന് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ്. ഇത് നമുക്ക് കാണാം. ഒരു സ്പൈഡർമാനാണെന്ന് തോന്നുന്നു. അതിലൊരു ടോയ് ഓക്കെ ഇങ്ങനെ ആക്കിയാ മതി. പിന്നെ അവന് വലുതായിട്ട് കളിക്കും. ഓക്കെ വാവ് ഗിഫ്റ്റ്. അത് പൊട്ടിക്കണ്ടതാണ് അങ്ങനെ വെച്ചാ പോലെ. അല്ല ബ്ലോക്സ് ആണ്. ഇങ്ങനെ മൊത്തം ബ്ലോക്സാ? എനിക്ക് അറിയില്ല എന്തെന്ന് അറിയില്ല. വീട് എന്നിട്ട് ഇല്ല ഇതെന്താ എഴുതിയതാ ഇങ്ങനത്തെ ഈ വീട് ഓക്കെ നമുക്ക് പഠിക്കാം. നമുക്ക് പിന്നെ നോക്കാം. എന്താ അറിയില്ല. ഇടട്ടെ. ഞാൻ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വാങ്ങിയ ഗിഫ്റ്റ് ഞാൻ തന്നെ അൺബോക്സ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുള്ളത്. ഓക്കെ വാവ് ഇത് നല്ല ഡ്രസ്സാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പുലിക്കുട്ടിയായിട്ട് വളരാൻ വേണ്ടി പുലിന്റെ പ്രിന്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ ഒരു സൈക്കിള് ഡൈനോസർ. ഇതെന്താ സംഭവം? ഇതിന്റെ സെറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ ഓൻ ഇനിയും ഈ കുപ്പായ ഇടാൻ വളരേണ്ടതാണ്. പക്ഷേ ആ ടീഷർട്ട് കറക്റ്റാ. പുലി കറക്റ്റ് ഉണ്ട്. അതും ആവും. ആ കുഞ്ഞു. ഇതൊക്കെ ഗോവ സ്റ്റൈലിൽ ഗോവയിലൊക്കെ ടൂർ പോകും. ഓക്കെ നൈസ്. സൈക്കിളൊക്കെ ഉണ്ട് അതിനകത്ത്. എന്താ നല്ല രസമുണ്ട്. അല്ല ഇത് ബ്യൂട്ടി. ഇനി ഒന്നും കൂടെ ഉണ്ട് എന്റെ ഗിഫ്റ്റ്. ഇത് അച്ഛൻ നമുക്ക് ഞാനാ ഓറഞ്ചാ? ഓക്കെ താങ്ക് യു. ഇനിയുണ്ടോ? കഴിഞ്ഞോ? ശരി പാക്കിങ് എല്ലാം ഫുള്ള് ഡ്രസ് തന്നെയല്ല. അത് പേപ്പർ ഇതൊരു ഡ്രസ്സാണ്. അതിലിടാൻ പറ്റും തോന്നുന്നു. എല്ലാം മോനി 2 വയസ്സ്. അല്ല അത് ഇടാ ചേപ്പോ. ഇതിപ്പോ ഇടാൻ വേണ്ടി പറ്റും. അത് ചെറുതല്ലേ. അത് വൃത്തി മടക്കി വെച്ചാൽ മതി. അമ്മ തുറക്കും. എല്ലാം ഡ്രസ്സ് തന്നെ അല്ലേ? തൊപ്പി. അതെല്ലാം ചെറിയ ഡ്രസ്സാണ്. ഇപ്പൊ ഇടാൻ വേണ്ടി പറ്റും. ഓക്കെ വലുതെല്ലാം മാറ്റിട്ട് ഇവിടെ വെച്ചോ. ചെറുതെല്ലാം കൊണ്ടുപോയി ആരായിരിക്കും? എന്തിനാടമ്മയാ? അതൊരു ഡ്രസ്സ് തന്നെ അല്ലേ? നീളത്തിലൊരു വര വെച്ചോ. വൺ ടൈം യൂസ് ആണ് എല്ലാം. നല്ല രസമുണ്ട്. ചെറിയ ഭാവിയുണ്ടല്ലോ അതില്. കൊറേ കുഞ്ഞുങ്ങളുണ്ട്. 4 കുഞ്ഞുങ്ങളുണ്ട്. അത് നമുക്ക് വണ്ടിയിൽ വെക്കടാ. ഇത് കാണാം. നല്ല രസം. ഒന്നും കൂടി മുമ്പിൽ നോക്കാം. ഇങ്ങനത്തെ മിററില്ലേ അതിന്റെ ബാക്കില്. അതാ പറഞ്ഞേ. ആ അതേമാതിരി അതും കൊണ്ടോ. അല്ല അതെല്ലാം വെച്ചിട്ട് എടുക്കാം അവസാനം. ഇതൊരു ബേബി ചെയർ ആണ്. ഇത് നമ്മൾ അൺപാക്ക് ചെയ്യുന്നില്ല. നമ്മൾ പൂനെയിലേക്ക് ഇത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് കാറിലെല്ലാം നേരെ വെക്കാലോ. അങ്ങനെ നമ്മളിത് നേരെ നോക്കി ബേബി ചെയർ ആണ്.
ഓക്കെ, ഇനി ആ വലിയ ഗിഫ്റ്റ് പൊട്ടിക്കാം അല്ലേ? വേണ്ടോ? ഇത് വാവയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഇതിനകത്ത് എന്തെന്നാണെന്ന് നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് നോക്കാം. എന്താണെന്ന് നോക്കാം. പക്ഷെ വലിയൊരു ഗിഫ്റ്റാണ് അല്ലേ? ഇത് നിങ്ങൾ വാങ്ങിയ അതേ സാധനം വെച്ചാ? അല്ല, ഇതാ ഇരുന്നിട്ട് ഇങ്ങനെ ഇതാ ഇത് നടക്കാൻ പറ്റില്ല സാധനം. അത് കാല് കുത്തിയിട്ട് നീ അല്ല മാളും അതിന്റെ ബാക്കിൽ ഇരിക്കണം. എന്നിട്ട് കുഞ്ഞിന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ ഓടി കയ്പ. ആ, അതില് നിനക്ക് ഇരിക്കാൻ തോന്നുന്നു. ഇത് അമ്മമാര് ഇരിക്കണ കണ്ടോ? നൈസ്. അപ്പൊ ഇതാണ് അതിൻ്റെ അകത്തുണ്ടായ ഏണേ ആയില്ലേ? ഇതില് കുഞ്ഞിരിക്കും ഏടാ ഇവിടെ ഇരിക്കുവാൻ. എന്നിട്ട് ഓൻ കാല് കുത്തിയിട്ട് ഇങ്ങനെ പോണ്ട വണ്ടിയാ ഇത്. അതെ അതെ. അപ്പൊ ഇത് അച്ഛൻ്റെയും അച്ഛമ്മേന്റെയും ഗിഫ്റ്റ് ആണ്. ഇത് അമ്മമ്മേന്റെയും മാമന്റെയും ഗിഫ്റ്റ് ആണ്. ഒരു കാറും ഒരു സൈക്കിളും. നമ്മളിവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാർ തന്ന ഒരു ഗിഫ്റ്റാണിത്. ഇതൊരു സ്വിങ് ആണ്. ഓൾ ടൈം യൂസ് ആണല്ലേ? ഓൾ ടൈം യൂസ് ആണ്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിന് മറ്റേ ഗോഡൊക്കെ ഉണ്ട്, സേഫ്റ്റി ഗോഡെല്ലാം ഉള്ളതുകൊണ്ട് മോന് ഇതിലിരിക്കാനും കാണാനൊക്കെ നല്ല ഒരു ഗിഫ്റ്റാണ്. പാട്ടും ഉണ്ട്. നല്ല ഗിഫ്റ്റ് ആണ്. ഇനി അൺബോക്സ് ചെയ്തിട്ട് എല്ലാം ഒന്ന് വാക്ക് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ട്. അപ്പൊ ഇത് മുഴുവൻ അൺബോക്സ് ചെയ്താൽ കുറേ ടൈം ആവും. അപ്പൊ ഇത് മുഴുവൻ കാണിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ തന്ന ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരോട് ഞങ്ങള് സ്നേഹത്തോടെ നന്ദി പറയും അല്ലേ?